ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നേന്ത്രപ്പഴവും പിന്നെ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് ഒരു 2 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ. ഇവിടെ ഇപ്പോൾ 2 അച്ച് ശർക്കര എന്ന് പറയുമ്പോൾ 100 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് വേണം ചേർക്കാൻ. നമ്മളിനി ഇതിൽ നേന്ത്രപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരമൊക്കെ കണക്കാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ശർക്കര എടുത്താൽ മതി. ഇനി ഇത് ഇതുപോലെ നന്നായിട്ടും തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 വലിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. എന്നിട്ട് ആ പഴം ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞ് പോകണ്ട, നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പഴം ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ആ രീതിയിൽ വേവിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചെറുപയറാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ചെറുപയർ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സുഖിയന് വേണ്ടിയിട്ടൊക്കെ ചെറുപയർ വേവിച്ചെടുക്കില്ലേ, ഒരുപാട് അങ്ങോട്ട് വെന്തുടയാത്ത രീതിയിൽ അങ്ങനെ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ പയർ 2-3 മണിക്കൂറൊന്ന് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ടിട്ടോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ചെറുപയറിൽ ആ പഴവും ശർക്കരയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ടതെല്ലാം ഇതുപോലെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത അവലോ ബ്രൗണോ ഏതായാലും എടുക്കാം. പിന്നെ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടിയുടെ കൂടെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏതായാലും എടുക്കാം. പിന്നെ ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പിന്നെ ഇത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊരു ബാറ്ററാക്കി എടുക്കണം. നമ്മൾ സുഗിയന് വേണ്ടിയിട്ടൊക്കെ മാവ് ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ ഒരുപാട് ലൂസാവാതെ എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 1/2 കപ്പ് മൈദ എടുക്കുമ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം വേണ്ടി വരും. എന്നിട്ട് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്നിക്ക് നമുക്ക് സാധാരണ സുഗിയന് ചെയ്യുന്ന പോലെ ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണിത് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്ങൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ, പുറമെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിലെ സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ചെറുപയർ വെച്ചിട്ടാണ് സുഗിയൻ ചെയ്യാറ്, നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടൊന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്